ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കുന്ന വിഷയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ഒറ്റക്കെട്ടായി എതിർക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. ഈ ആവശ്യം ഉന്നയിച്ച് സ്റ്റാലിൻ BJP ഇതര മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചു. വിധിയുമായി ബന്ധപ്പെട്ട് 14 കാര്യങ്ങളിൽ രാഷ്ട്രപതി സുപ്രീം കോടതിയോട് വ്യക്തത തേടിയിരുന്നു. വിവരങ്ങൾ നൽകാൻ ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ ഒരു ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കുന്ന വിഷയം, അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതി ദ്രൗപദി മുർമു സുപ്രീം കോടതിയോട് വിശദീകരണം ചോദിച്ചിരുന്നു. അതായത് 14 കാര്യങ്ങൾക്കാണ് വിശദീകരണം ചോദിച്ചത്. ഇപ്പോൾ ഈ ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ രാഷ്ട്രപതിയെ തന്നെ ഒറ്റക്കെട്ടായി എതിർക്കണം എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറയുകയാണ്. ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് BJP ഇതര മുഖ്യമന്ത്രിമാർക്ക് അല്ലെങ്കിൽ BJP ഇതര പാർട്ടികൾക്കെല്ലാം സ്റ്റാലിൻ കത്തയച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്, അല്ലേ? നിലവിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുൻപും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ ഭാരതം എന്ന ഒരു ആശയത്തിനെതിരെ വിവിധ തരത്തിലുള്ള നീക്കങ്ങൾ, സംസ്ഥാനങ്ങൾ വേർതിരിഞ്ഞ് തന്നെ നിൽക്കേണ്ടതാണ് എന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ എന്ന ആശയം ഉയർത്തിക്കൊണ്ട് വിഘടനവാദ സ്വരത്തിലുള്ള സ്വഭാവത്തിലുള്ള നീക്കങ്ങളും പ്രസ്താവനകളും പ്രസംഗങ്ങളും മുൻപും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഷ്ട്രപതിക്കെതിരെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നീങ്ങണം, രാഷ്ട്രപതിയെ എതിർക്കണം എന്ന ആവശ്യമാണ് എം കെ സ്റ്റാലിൻ ഉന്നയിച്ചിട്ടുള്ളത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് BJP ഇതര മുഖ്യമന്ത്രിമാർക്ക്, അതായത് BJP അല്ലാതെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന എല്ലാ മുഖ്യമന്ത്രിമാർക്കും ഒരു കത്ത് സ്റ്റാലിൻ നൽകിയിട്ടുണ്ട്. കർണാടക, തെലങ്കാന കൂടാതെ പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ തുടങ്ങി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കാണ് രാഷ്ട്രപതിയുടെ നീക്കത്തെ ഒറ്റക്കെട്ടായി എതിർക്കണം, രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എം കെ സ്റ്റാലിൻ കത്ത് നൽകിയിട്ടുള്ളത്. രാജ്യത്തിൻ്റെ ഏറ്റവും പ്രഥമ വനിത അല്ലെങ്കിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിക്കെതിരെയാണ് ഒരുമിച്ച് നിന്ന് എതിർക്കണം എന്ന ആവശ്യം, എന്ന ആശയം എം കെ സ്റ്റാലിൻ മുൻപോട്ട് വെച്ചിട്ടുള്ളത്. അതിനെ എത്രത്തോളം മറ്റുള്ള മുഖ്യമന്ത്രിമാർ സ്വീകരിക്കും എന്നുള്ളത് നോക്കിക്കാണുന്നതാണ്. കാരണം അടുത്തിടെ സ്റ്റാലിൻ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ വലിയ പിന്തുണ, നേരത്തെ അതിന് വലിയ പിന്തുണ ലഭിക്കുകയും മമതാ ബാനർജിയും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരുമെല്ലാം സ്റ്റാലിനും ഒപ്പം കേരളത്തിൽ പിണറായി വിജയനും ഒക്കെ ഒപ്പം നിന്നിരുന്നെങ്കിൽ നിലവിൽ ഇത്തരത്തിൽ ഉയർത്തുന്ന പ്രാദേശിക വാദങ്ങൾക്കെതിരെ മറ്റ് പാർട്ടികളിൽ നിന്നും പിന്തുണ കുറഞ്ഞു വരുന്ന അത് നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ്. കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് എം കെ സ്റ്റാലിൻ വിളിച്ചു ചേർത്ത BJP ഇതര മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ നിന്ന് പോലും മമത ഉൾപ്പെടെ പല മുഖ്യമന്ത്രിമാരും വിട്ടുനിന്നിരുന്നു. നിലവിൽ ഈ ബില്ലുകളിൽ സമയപരിധി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതി ഒരു ഉത്തരവിറക്കുകയും അതിന്മേൽ 14 ചോദ്യങ്ങൾ ഭരണഘടനയുടെ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു ചോദിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം രാഷ്ട്രപതിക്കും ഗവർണർക്കും ഭരണഘടന നിശ്ചയിക്കാത്തൊരു സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് സാധിക്കുമോ എന്നുള്ളതായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കൂടാതെ ഗവർണറുടെ അനുമതിയില്ലാതെ ഒരു നിയമം പ്രാബല്യത്തിൽ വരുത്താൻ നിയമസഭയ്ക്ക് സാധിക്കുമോ തുടങ്ങിയിട്ടുള്ള 14 ചോദ്യങ്ങളാണ് കോടതിക്ക് മുൻപിലേക്ക് ഉന്നയിച്ചിട്ടുള്ളത്. അതിൻ്റെ നിയമ നടപടികൾ അല്ലെങ്കിൽ അതിൻ്റെ തുടർ നടപടികൾ മുൻപോട്ട് പോകുന്നതിനിടയിലാണ് രാഷ്ട്രപതിയെ ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കണം, രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ BJP ഇതര മുഖ്യമന്ത്രിമാർക്ക് കത്ത് നൽകിയിട്ടുള്ളത്. നേരത്തെ അനാവശ്യ തമിഴ് വാദം, അനാവശ്യമായിട്ടുള്ള പ്രാദേശിക വാദം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ എതിർക്കാനും ഈ ത്രിഭാഷാ നയത്തെ എതിർത്തുകൊണ്ട് ഹിന്ദി പഠിക്കേണ്ടതില്ല, തമിഴ് മാത്രം പഠിച്ചാൽ മതി തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു തമിഴ് വികാരം, തമിഴ് വാദം, അനാവശ്യ പ്രാദേശിക വാദം ഉന്നയിച്ചുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കാനും എം കെ സ്റ്റാലിൻ ശ്രമിച്ചിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ രാഷ്ട്രപതിയെ ഒറ്റക്കെട്ടായി എതിർക്കണമെന്ന ആവശ്യവുമായി സ്റ്റാലിൻ രംഗത്തെത്തിയത്. നിഖിൽ. ശരി ജിഷ്ണു, ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കുന്ന വിഷയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ഒറ്റക്കെട്ടായി എതിർക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഈ ആവശ്യം ഉന്നയിച്ച് സ്റ്റാലിൻ BJP ഇതര മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചിട്ടുണ്ട്. വിവരം നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.